ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി BDF ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ആ സമയത്തിന് നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുസമ്പിയുടെ പകുതിയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുസമ്പി എടുക്കുമ്പോഴേ ഇച്ചിരി മധുരം ഉള്ളത് നോക്കി എടുക്കണേ. പുളിപ്പ് കൂടിപ്പോയാലേ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മുടെ മസാല മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ നീളത്തിനരിഞ്ഞ് വേവിക്കാൻ വെച്ച ബീഫ് വെന്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്കെടുത്ത് മസാലയിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നമുക്ക് അരിഞ്ഞിട്ട് വേണേലും വേവിക്കാം. വലിയ പീസ് ബീഫ് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് പീസാക്കി അരിഞ്ഞ് വേണേലും എടുക്കാം. അതാട്ടോ കുറച്ചുകൂടി നല്ലത്. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ആദ്യമേ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ അവസാനം ചേർത്ത് മിക്സ് ചെയ്തത്. നമ്മുടെ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് 2-3 കറിവേപ്പില തണ്ടുകൂടെ ഇട്ടിട്ട് നമ്മളെ ബീഫ് അതിലേക്ക് നിരത്തി കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണ്ട. ഈ കാണുന്ന കണക്ക് അത്ര എളുപ്പമൊന്നുമല്ല കൈവച്ച ഉടനെ പീസായിട്ട് വരാനായിട്ട്. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഷെയ്പ്പിന് അരിഞ്ഞെടുത്താലേ പറ്റുള്ളൂ. അതിനിടയ്ക്ക് എൻ്റെ കാന്താരികൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് തടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്തു കൊടുത്താലും എൻ്റെ കൊച്ചുങ്ങൾ കഴിച്ച ഉടനെ അടിപൊളി എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു പഠിപ്പിച്ചൊന്നുമല്ല കേട്ടോ, ഇപ്പം അതങ്ങനെ ആയിപ്പോയതാ. ഇടയ്ക്ക് കനം കുറഞ്ഞ പീസൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കരിയാത്ത പീസൊക്കെ കൊള്ളാം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു.